യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ ദിവസവും വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. വിശ്വാസത്തോടെ വചനത്തെ കേട്ടുകൊള്ളുക, അതിൻ്റെ അനുഗ്രഹം നിനക്ക് ലഭിച്ചിരിക്കും. വിശ്വാസത്തോടെ മക്കൾ വചനം കേൾക്കുക, വിശ്വാസത്തോടെ നിങ്ങൾ കുടുംബമായി വചനം കേൾക്കുക, അതിൻ്റെ അനുഗ്രഹം നിനക്ക് ലഭിച്ചിരിക്കും. അതിൻ്റെ നന്മയും സൗഭാഗ്യവും ദൈവാനുഗ്രഹവും നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹമായി വന്നുകൊള്ളും. ഇന്ന് ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാർത്ഥന ഒരു വലിയ അത്ഭുതത്തിന് കാരണമാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന 2-ാം ദിവസമാണിന്ന്. ഇന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥതയിൽ നിയോഗം സമർപ്പിച്ച് നൊവേന ചൊല്ലുന്നതിൻ്റെ 2-ാം ദിവസമാണ്. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 അനുഗ്രഹ റിട്രീറ്റ് സെൻ്റർ എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇതെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ. ഇന്നൊത്തിരി പ്രതീക്ഷയോടെ ഇരിക്കാം. ഈ ദിവസം കേൾക്കുന്ന വചനം വലിയൊരു നന്മയ്ക്ക് കാരണമാകും. ഒരു അനുഗ്രഹത്തിന് തുടക്കമിടാൻ പരിശുദ്ധാത്മാവിടയാക്കട്ടെ. വായിക്കുന്ന വചനം 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 30 മുതലുള്ള വാക്യമാണ്. ചുറ്റും ശത്രുക്കളും ചുറ്റും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഏലിയ ചെയ്തൊരു കാര്യമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു. നല്ലൊരു വാക്കാണ്, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ക്ഷണമാണ് ഏലിയ നടത്തിയത്. എല്ലാവരെയും വിളിച്ചപ്പം, ഞങ്ങൾ വരുന്നില്ല, നീ വേണേ പൊക്കോ, ഞാൻ വരുന്നില്ല, ഞാനിവിടെ നിന്നോളാം. നമ്മളാണെങ്കിൽ അങ്ങനെ പറയില്ലേ, നിങ്ങളങ്ങോട്ട് പോ, ഞാനിവിടെ നിന്നോളാം, എനിക്കിവിടെയാണ് ഇഷ്ടം, എന്നെ നിർബന്ധിക്കൊന്നും വേണ്ട. ഇവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കാണ്, ഏലിയ ജനത്തോട് പറഞ്ഞു, എല്ലാവരും അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു. കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. അപ്പോൾ അത്രയും നാൾ ബലിപീഠം തകർന്നു കിടന്ന, ഡിസോർഡറായി തകർന്നു കിടന്നിരുന്നതാണ്. അതിൻ്റെ കേടുപാടുകൾ നീക്കി. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കുറച്ചു ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില കേടുപാടുകളൊക്കെ നന്നാക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായത്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായത്, ശുശ്രൂഷയിൽ അനുഗ്രഹം വരാൻ തടസ്സമായത് ഒക്കെ മാറ്റുവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്കെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും അടുത്തു വരുവിൻ, ഒരുമിച്ച് കൂടുക. ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നത് ചില കേടുപാടുകൾ നീക്കാൻ. കേടുപാടുകൾ നീക്കിയാൽ അത് ചെന്നു നിൽക്കുന്നതൊരു വലിയ അത്ഭുതത്തിലായിരിക്കും. കേടുപാടുകൾ പോക്കി. 31-ാമത്തെ വാക്യം, നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് ആരോടരുളി ചെയ്തുവോ ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നടക്കുന്നത്, ബലിപീഠത്തിൽ അവൻ 2 അളവ് വിത്ത് കൊള്ളുന്ന ചാലുണ്ടാക്കി, വിറകടുക്കി, കാളയെ മുറിച്ച് കഷ്ണങ്ങളാക്കി, അതിനുശേഷം വെള്ളം ഒഴിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അവൻ തുടർന്ന് വീണ്ടും വിറകിലും ദഹനബലി 4 കുടം വെള്ളം ഒഴിച്ചു. വെള്ളവും തീയും ശത്രുക്കളാണ്. തീയെ കെടുത്തുന്നതാണ് വെള്ളം. എന്തു ധൈര്യത്തിനായിരിക്കും പ്രവാചകൻ വെള്ളം ഒഴിച്ചത്? 4 കുടം വെള്ളം ഒഴിച്ചു, വീണ്ടും വെള്ളം ഒഴിച്ചു. അവിടെ മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. വിറകും ബലിവസ്തുക്കളെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു, നനഞ്ഞു കുതിർന്നു. എന്നിട്ടൊരു കാര്യം ചെയ്യുവാണ്. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഒരു വലിയ അത്ഭുതത്തിന് കാരണമായി. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയ പ്രാർത്ഥനയാണത്. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ബലിവസ്തുവും എല്ലാം സ്വീകരിച്ചു എന്ന, ദൈവം അതിനെ സ്വീകരിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. ആ തീ എങ്ങനെയാ? വെള്ളം ഒഴിച്ച് നനഞ്ഞ വിറകയിൽ തീ കത്തുവോ? നനഞ്ഞ വിറക് മാംസത്തിൽ തീ പിടിക്കുമോ? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കും, ഇതൊക്കെ നടക്കുമോ? ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുമോ? ഇനി ശരിയാകുമോ? നനഞ്ഞ വിറക് പോലെ
വെള്ളം ഒഴിച്ച് കുതിർന്ന് കിടക്കുന്ന സ്ഥലത്ത് തീ പിടിക്കുവോ? ജലത്തിൻ്റെ അംശവേലും ഉണ്ടെങ്കിൽ ഒരു വിറക് കത്തത്തില്ല, പുകഞ്ഞ് അവിടെ നിൽക്കുന്നവർക്ക് കൂടെ ബുദ്ധിമുട്ടാണ്. മുഴുവൻ പുകയായിരിക്കും. തീ കത്താൻ ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉണങ്ങിയ വിറകിനാ തീ പിടിക്കത്തുള്ളൂ, നന്നായിട്ട് കത്തത്തുള്ളൂ. നനഞ്ഞ വിറക് വെള്ളം ഒഴിച്ചു, 4 കുടം വെള്ളം ഒഴിച്ചു, വീണ്ടും ഒഴിക്കാൻ പറഞ്ഞു. മുഴുവൻ വെള്ളം കൊണ്ട് 2 അളവ് വിത്ത് കൊള്ളുന്ന ആ സ്ഥലം മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു എന്നാണ്. നമ്മൾ ചില കാര്യങ്ങളെ നോക്കുമ്പോൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പറയില്ലേ, ഇനി ഇതിനകത്തൊന്നും നടക്കാനില്ല, ഇനി ഇതിനകത്തൊന്നും നടക്കുകയില്ല. ഈ സാഹചര്യം നോക്കിയിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയിട്ടാണ് നമ്മൾ വിധി പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയിട്ട് നമ്മൾ പറയുക ഇനിയൊന്നും ശരിയാകത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളും പ്രാർത്ഥിക്കാനായി ഉദ്ദേശിക്കുന്ന ചില വിഷയങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതേ തീ പിടിക്കുമോ? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയിട്ട് എന്നാ കാര്യമാണ്? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. വെള്ളം ഒഴിച്ച് ഇയാൾ എന്ത് ബുദ്ധിയായി കാണിക്കുന്നത്, എന്ത് പ്രവൃത്തിയാണ് കാണിക്കുന്നത്? ഉണങ്ങിയ വിറകല്ലേ വയ്ക്കേണ്ടത്, ആരെങ്കിലും വെള്ളം ഒഴിക്കുമോ? അവിടെയാണ് പ്രാർത്ഥിച്ചത്. ഒരിക്കലും നടക്കുകയില്ലെന്ന് തോന്നിയൊരു കാര്യമാണ്. തീ പിടിക്കുകയില്ല, ശരിയാകത്തില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ചിന്തിച്ച വിഷയത്തിൻ്റെ മുന്നിൽ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. നമ്മളും ചില കാര്യങ്ങളെ എഴുതി വച്ച് അടുത്തു വന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ചില കേടുപാടുകളൊക്കെ മാറ്റി, അതിനുവേണ്ടിയുള്ള സമയമാണ് ഈ 9 ദിവസത്തിലെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം 1-ാം തീയതി മുതൽ അടുത്തു വന്ന് പ്രാർത്ഥിക്കും. ഏകദേശം അതേപോലെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ. കേടുപാടുകളൊക്കെ മാറ്റി, ഒരുങ്ങി, അനുഗ്രഹത്തിന് തടസ്സമായ നിന്ദനെയൊക്കെ മാറ്റി നമ്മളും അടുത്തു വന്ന് എഴുതിയും പ്രാർത്ഥിക്കാൻ പോവാണ്. അതിനകത്ത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുന്ന അനുഭവം ഉണ്ടാവും. ദൈവം ഇടപെടുന്ന, പ്രാർത്ഥന കേൾക്കുന്ന, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന, ചുറ്റും ശത്രുക്കളും പ്രശ്നങ്ങളും നിൽക്കുമ്പോഴാണ് ഈ അത്ഭുതമെല്ലാം നടന്നേ. ചുറ്റും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. എല്ലാവരും വിചാരിച്ചത് ഒന്നും നടക്കുകയില്ലെന്നാ. നമ്മളും ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കും ഒന്നും നടക്കുകയില്ല, ശരിയാകുകയൊന്നുമില്ല. എങ്ങനെ ശരിയാകാനാണ്? ഇതിനപ്പുറം ഞങ്ങൾ പണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നിട്ട് നടന്നില്ല, പിന്നെയാണോ എന്നൊക്കെ ചിന്തിക്കും. ഈ പ്രാവശ്യമാണല്ലോ നിൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുന്നത്, ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത്, അത്ഭുതങ്ങളെ സംഭവിക്കുന്നത്. പ്രതീക്ഷയോടെ ഇരുന്നേ, മനസ്സിനകത്തുള്ള നിരാശയെ കളഞ്ഞ്, അവിശ്വാസത്തെ കളഞ്ഞ്, എന്നിട്ട് വിശ്വാസത്തോടെ നിറച്ച്, പ്രതീക്ഷ നിറച്ച്, പ്രതീക്ഷയുണ്ടാകട്ടെ, ആ മുഖം തെളിയട്ടെ, കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറട്ടെ, ആ കുടുംബത്തിൻ്റെ ഇരുട്ട് മാറട്ടെ, ആ കുടുംബം അനുഗ്രഹമാകട്ടെ. ഇതുപോലെ പ്രിയപ്പെട്ടവർ, ഒക്ടോബർ മാസം 1 മുതൽ അടുത്തു വന്ന് പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണ്. അടുത്തു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, 10 ദിവസം കൂടി 15 ദിവസം കൂടാതിരിക്കുവല്ല, ഒരുമിച്ച് ആ മാസം മുഴുവൻ ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന അനുഗ്രഹമാകാനാണ് ഞങ്ങൾ അതിനു മുമ്പുള്ള ഈ 22-ാം തീയതി ഇന്നലെ മുതൽ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നത്. ഒരനുഗ്രഹമാകാനാണ്. നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യാം, അപ്പോൾ ദൈവം നമുക്ക് വേണ്ടതൊക്കെ ചെയ്യും. നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യാം. വലിയ നഷ്ടമുള്ള, വലിയ പ്രശ്നങ്ങളൊന്നും നമ്മളിലില്ല. നിസ്സാരമായ കുറച്ച് കാര്യങ്ങളാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുമ്പം ദൈവം നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും. ദൈവം അനുഗ്രഹിക്കട്ടെ. നിയോഗ പ്രാർത്ഥനയ്ക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കാം, ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഉപവാസത്തോടെ ഞങ്ങൾ ഒരുങ്ങുവാണ്. ഇന്ന് ചൊവ്വാഴ്ച അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൻ്റെ 2-ാം ഗ്രൂപ്പുകാർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ദിവസമാണ്. നിയോഗത്തോടെ പ്രാർത്ഥിക്കുവാണ്. തിരുരക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണം, വചനത്താൽ നിറച്ചങ്ങയുടെ ആത്മാവിനാൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. ഇന്ന് വൈകുന്നേരം 7:30 വിശുദ്ധ കുത്രേസ്യയുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉപവാസത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും കൊടുക്കണമേ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, മന്ത്രവാദത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ എല്ലാ തിന്മയുടെ ആധിപത്യ സ്വാധീനങ്ങളും ഞങ്ങളെ വിടുവിക്കണമേ. രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരത്തെ അകവും പുറവും കാത്തുകൊള്ളണമേ. ആരോഗ്യവും സന്തോഷവും തരണമേ, സമാധാനം തരണമേ, ഐശ്വര്യം തരണമേ. അനുഗ്രഹമുള്ള, വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന, പ്രാർത്ഥനയുള്ള, ദൈവാരാധനയുള്ള, ദൈവത്തോട് ബന്ധമുള്ളൊരു തലമുറയെ, തീക്ഷ്ണതയുള്ളൊരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരണമേ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു.
പ്രിയപ്പെട്ടവർ, ഈ വെള്ളിയാഴ്ച നമ്മൾ കൽക്കുരിശിൻ്റെ തിരുനാൾ പ്രാർത്ഥനയോടെ നടത്തുന്ന ഒരു ദിവസമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒത്തിരി അനുഗ്രഹമുള്ളൊരു പ്രാർത്ഥനയാണ് കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചതിലൂടെ അനേകർ അനുഭവിക്കുന്നത്. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുരിശിനെ നമ്മൾ ബഹുമാനിക്കുകയാണ്. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ നമിച്ചിടുന്നു. ആ പാട്ട് തന്നെ അതിൻ്റെ ആഴത്തെ വെളിപ്പെടുത്തുന്നതാണ്. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ച് എത്ര സാക്ഷ്യങ്ങളും എത്ര അനുഗ്രഹങ്ങളും ഉണ്ടെന്നറിയാമോ? ദൈവം അനുഗ്രഹിക്കട്ടെ. കൃത്യം ഏകദേശം 1 വർഷമായി കൽക്കുരിശ് സ്ഥാപിച്ചിട്ട് അത് അനുഗ്രഹമായി മാറിയതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ.